നമസ്കാരം. കേരളത്തിലെ UDF എംപിമാരെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചില വാചകങ്ങൾ പറഞ്ഞിരുന്നു. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ വന്നിരുന്നു? സ്വാഭാവികമായിട്ട് വരില്ലല്ലോ. നേരത്തെ അദ്ദേഹം ഈ UDF എംപിമാരെ കുറിച്ച് പല സന്ദർഭത്തിൽ പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ വാചകങ്ങൾ നിങ്ങളൊന്ന് കേൾക്കും. കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ നീക്കണമെന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ് എന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള എംപിമാർ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നൊരാവശ്യം CM മുന്നോട്ട് വെക്കുന്നുണ്ട്. കേന്ദ്രത്തിലെ എംപിമാരെല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ പ്രശ്നങ്ങളും പാർലമെൻറ്റ് ഉന്നയിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്, എംപിമാരുമായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ എടുത്ത വിഷയമാണ്. അതിലും നല്ല ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. കേട്ടല്ലേ? വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. കേരളത്തിലുള്ള എംപിമാർ പാർലമെന്റിൽ ഈ നാടിന് വേണ്ടി വളരെ ശക്തമായിട്ട് വാദഗതികൾ ഉന്നയിക്കുന്നുണ്ട്. അവർ കാര്യങ്ങളെല്ലാം കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്, കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട് എന്ന വാചകം അല്ലെങ്കിൽ എന്ന ഒരു അഭിനന്ദന വാക്കുകൾ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളിലൂടെ പറയുകയാണ്. ഇതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യം ഉയർന്നു വന്നപ്പോഴാണ് കേരളത്തിലെ എംപിമാരുടെ പ്രകടനത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ ഇങ്ങനെ ഒരു പോസിറ്റീവ് മറുപടി പറഞ്ഞത്. അതിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? നേരത്തെ ഇതേ എംപിമാരെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല, അവിടെ പോയി കേരളത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്, കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് നമ്മൾ ലോക്സഭയിൽ നിന്നുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ചിലരുടെ എല്ലാം പ്രതികരണങ്ങൾ, NK പ്രേമചന്ദ്രന്റെയോ അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെയോ ജോൺ ബ്രിട്ടാസിന്റെയോ പലരുടെയും പ്രതികരണങ്ങൾ, AA റഹീം ഉൾപ്പെടെയുള്ളവരുടെ പല തരത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ പലകുറി കേൾക്കാനിടയായി. അത് പുറത്തു വന്നപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ഇന്നലകളിൽ പറഞ്ഞ കാര്യത്തിൽ അർത്ഥമുണ്ടോ? ഇന്ന് അദ്ദേഹം ഇങ്ങനെ മാറ്റി പറയണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? ഇന്നലകളിൽ ഇത് ഇവർ ചെയ്തില്ലെന്നേ. ആ ചെയ്യാത്തത് കൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രിക്ക് ഇവരെ വിമർശിക്കേണ്ടി വന്നതും കേരളത്തിന്റെ അർഹതമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാതെ അതൊരു രാഷ്ട്രീയമായിട്ട് ഇവർ ഉള്ളിലെ പകപോക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനൊപ്പം നിലകൊണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പിണറായി വിജയൻ ഇവരെ വിമർശിച്ചതെന്ന് ബോധ്യപ്പെടുന്നില്ല. അല്ലാതെ രാഷ്ട്രീയമായിട്ട് യാതൊരു എതിരഭിപ്രായമില്ല. രാഷ്ട്രീയമായിട്ട് രണ്ട് ചേരിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി ഏത് വേദികളിൽ ശബ്ദമുയർത്തണമെന്നുള്ള ആവശ്യം ഒരു പൊതുവായ ആവശ്യമാണ്. അത് ചെയ്യാത്ത സന്ദർഭങ്ങളിലാണ് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിന് മുന്നോടിയായിട്ട് എംപിമാരുടെ യോഗം വിളിച്ചു ചേർക്കുമ്പോൾ പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ കേൾക്കാനോ തയ്യാറാകാതെ കറങ്ങി നടക്കുന്ന എംപിമാരെന്നുള്ള വിമർശനം അവർക്ക് മേൽ ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ അതല്ല. പല എംപിമാരുടെയും പ്രകടനങ്ങൾ നമ്മൾ ലോക്സഭയിൽ കാണുന്നുണ്ട്. അതാണ് കേരളം ആഗ്രഹിക്കുന്നത്. ഇവിടുന്ന് രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടങ്ങളിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം പാർലമെന്റ് സഭകളിൽ ഇല്ല. ഈ നാടിന് എന്ത് വേണ്ടോ അതാണ് അവിടെ ശബ്ദമായി ഉയരേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അതവിടെ അവതരിപ്പിക്കണം, അതവിടെ ഉയർന്നു കേൾക്കേണ്ടതുണ്ട്. കാര്യം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ആളില്ലാതെ വന്നപ്പോഴാണ് നമ്മുടെ പല അവകാശങ്ങളെയും പിടിച്ചെടുക്കുകയും അത് ഈ നാടിനെ തരണ്ട എന്നുള്ള തീരുമാനങ്ങളും അത് തട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്ന ധൈര്യത്തിലേക്ക് അവർ എത്തിപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ഫണ്ട് വിഹിതങ്ങളിൽ വലിയ കുറവ് വന്നപ്പോൾ പലതരത്തിലുള്ള ജനകീയ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ അത് താറുമാറാകുന്ന സാഹചര്യം ഉണ്ടായത്. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഇന്നലകളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം കൊണ്ടായിരുന്നില്ല വിമർശിച്ചത്. ഇന്ന് നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലതെന്ന് തന്നെ പറയുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ എന്താണ് അത് തുറന്നു കാട്ടപ്പെടുന്നത്? ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ആണെന്നേ. ഒരു വ്യക്തി നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയുകയും, അതായത് വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് പറയാനും ഉത്തരവാദിത്വമുണ്ട്. വിമർശനം മാത്രം പറയുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേക താല്പര്യമുണ്ട്. അതല്ല, അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണ്, ഈ നാടിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താവുന്നേ. അതായത് നല്ലതുകൂടി പറഞ്ഞു പോകുന്നവനാണ് നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോ പിണറായി വിജയൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമല്ലെന്നേ. നല്ലത് ഈ നാട്ടിൽ അവർ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നല്ലത് തന്നെ എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ നാളുകളിലും അത് ചർച്ചയാകേണ്ട കാര്യമാണ്. കാര്യം അതായത് ഈ എംപിമാർ ചെയ്ത സന്ദർഭത്തിൽ നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ മാധ്യമങ്ങളിലൂടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് മറുപടി പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൂടിയായി ഇത് മാറുകയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് പിണറായി വിജയൻ പല കാര്യങ്ങളും രാഷ്ട്രീയമായ താല്പര്യത്തോടു കൂടി അല്ല വിമർശിച്ചിരുന്നതെന്നും കേരളത്തിന്റെ ജനപ്രതിനിധികളായിട്ട് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചവർ പലപ്പോഴും കഴിഞ്ഞ ടേമിൽ ഈ നാടിന് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്ന് 100% ഉറപ്പുള്ള കാര്യമാണ്. ആ പാർലമെന്റ്, അതായത് ലോക്സഭയിൽ 18 എംപിമാർ ഉണ്ടായിരുന്നിടത്ത് ഒരു വേള പോലും ഇന്ന് ഉയർന്നു കേൾക്കുന്നതിന്റെ 1/4 ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ല.
പല സന്ദർഭങ്ങളിലും ചർച്ചകളിൽ പങ്കെടുക്കാതെ മുങ്ങി നടന്നവർ, വിഷയങ്ങൾ അവതരിപ്പിച്ചില്ല, കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനോ കൂട്ടമായി അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ അന്ന് ശ്രമിക്കാത്ത സന്ദർഭത്തിലാണ് വിമർശിച്ചിരുന്നത്. ഇന്ന് അത് മാറി അവർ പോസിറ്റീവായിട്ട് ഇടപെട്ടു തുടങ്ങിയപ്പോൾ അവരുടെ പ്രകടനം മെച്ചപ്പെട്ടതാണെന്നും കേരളത്തിന് വേണ്ടി അവർ ശബ്ദമുയർത്തുന്നുണ്ടെന്നും അവർ അവിടെ ഈ നാടിന് വേണ്ടി നിലകൊള്ളുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നു പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല. ഈ നാടിന്റെ ജനപ്രതിനിധികൾ ആരുമായിക്കോട്ടെ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കാനുള്ള മനസ്സുകൂടി ഒരു മുഖ്യമന്ത്രിക്കുണ്ട്. അതിൽ രാഷ്ട്രീയ നിറം ചാർത്താറില്ലെന്ന് അദ്ദേഹം ഈ വാചകങ്ങളിലൂടെ തെളിയിച്ചു വച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം.